ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മറ്റുള്ളിടത്തെ കാര്യങ്ങള് നമ്മുടെ കുടുംബത്തേക്ക് വലിച്ചിഴക്കണ്ട. നവീനോട് ഞാൻ സംസാരിച്ചോളാം. അച്ഛനത് വിഷമായിന്നറിഞ്ഞ അവൻ ഓടി വരും. ഏയ്, എന്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പൊ പ്രത്യേകിച്ചൊന്നും ചെയ്യണമെന്നില്ല. നാഗക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറഞ്ഞാല് എനിക്കും വലിയ താല്പര്യം. എന്നാ പിന്നെ നമുക്കങ്ങ് പോവാൻ മോളെ. നിനക്ക് ഉത്സവവും കാണാം, അമ്പലത്തിനകത്ത് കയറി അവിടുത്തെ ചടങ്ങുകളും കാണാം. എന്താന്ന് വെച്ചാ അത് ചെയ്യാം. നമ്മുടെ കച്ചവടം നടക്കും. അതെ, നവീൻ ആ വഴിക്ക് വരാൻ വല്ല സാധ്യതയുണ്ടോ? എവിടുന്ന്? സിറ്റിന്ന് 10-15 കിലോമീറ്റർ ദൂരം കിടക്കുന്നു പറഞ്ഞാലേ ആ വഴി നവീൻ തിരിഞ്ഞു നോക്കത്തില്ല. മോള് മനസമാധാനായിട്ട് വാ. വേറൊന്നുമല്ല ഗോപാലമാമ, അകലെ നിന്നാണ് കാണുന്നതെങ്കിലും കണ്ടു കഴിയുമ്പോ ചങ്കിനൊരിടിപ്പാ. പിന്നെ മനസ്സൊന്ന് നേരെയാവണെങ്കില് കുറെ നേരം കഴിയും. അതുകൊണ്ടാ. മോള് വാ. അതും ആലോചിച്ചോണ്ടിരുന്നാലേ നമ്മുടെ കാര്യം നടക്കത്തില്ല. മോള് വാ. നവീൻ, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അമ്മയും അവരുടെ മോളും കരുതി കൂട്ടി എന്റെ പിന്നാലെ നടന്ന് എന്നെ ദ്രോഹിക്കാണ്. ഓ, എന്തൊക്കെ അവർക്ക് വേണ്ടത്? എന്നെ കള്ളിയാക്കണം, അഹങ്കാരിയാക്കണം, ആൾമാറാട്ടക്കാരിയാക്കണം. അവര് ചെയ്യുന്നതിനൊക്കെ ഒന്ന് പ്രതികരിച്ചു പോയാലോ ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ കണ്ണിലെ കരടാവുന്നു. അമ്മായി അമ്മാവന് കീർത്തി ഒന്നും ചേഞ്ച് ആവുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അത് ഈ വീട്ടിൽ എത്രയോ പ്രാവശ്യം എല്ലാവരും ശ്രമിച്ചതാ. പിന്നെ ചെയ്യാവുന്നത് അവരവരുടെ വഴിക്ക് വിട്ടേക്കാന്നുള്ളതാ. ഓ, എന്തിനാ നവീൻ? നമ്മൾ എത്ര സന്തോഷമായിട്ട് ജീവിക്കേണ്ടതാ. അതിന്റെ ഇടയില് ഈ ഡിസ്റ്റർബൻസിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ? ശരി, ഒരു കാര്യം ചെയ്യാം. ഞാൻ മമ്മിയെ വിളിച്ച് പറയാം. നമുക്ക് രണ്ടുപേർക്കും മമ്മിയുടെ കൂടെ പോയി താമസിക്കാം. അവിടെയാവുമ്പോ ആരും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗാഥ, ഞാൻ വളരെ മുമ്പ് തന്നെ ഗാഥ എടുത്ത് പറഞ്ഞിട്ടുള്ളതാ. എനിക്ക് ഗാഥ എന്റെ കുടുംബത്തിൽ ഉണ്ടാവണമെന്ന ആഗ്രഹം. എന്നെ മാത്രമല്ല, എന്റെ അച്ഛനെയും അമ്മയും മുത്തശ്ശിയൊക്കെ സ്നേഹിക്കുന്ന ഒരാളാകാനായിട്ട് തനിക്ക് പറ്റണം. താൻ ട്രൈ ചെയ്യേ. ആദ്യം തന്റെ ഇപ്പോഴത്തെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റും. എന്നിട്ട് മുൻപ് ചെയ്തിരുന്ന പോലെ, അതായത് താൻ വെറുതെ കാലത്ത് ചെയ്തിരുന്നില്ലേ, എന്ത് കേട്ടാലും വളരെ പക്വതയോടെ പ്രതികരിക്കുക എന്നുള്ളത് അതങ്ങ് ശീലിച്ചാൽ മതി. ഇവരുടെയൊക്കെ സംസാരവും പ്രവൃത്തിയൊക്കെ അവിടെ തന്നെ നിൽക്കും. എപ്പോഴും ഒരാൾക്ക് ഒരുപോലെ ആവാൻ പറ്റുമോ നവീൻ? ഞാനൊരു മനുഷ്യനല്ലേ നവീൻ? എടോ, ഇവിടെ ആരുടെ ഐഡന്റിറ്റി ഒന്നും അല്ല പ്രശ്നം. നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഓവർ ടെൻഷനോട് കൂടി ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ടെൻഷനും ഇല്ലാതെ ഈസി ആയിട്ട് മുന്നോട്ട് പോകുന്നല്ലേ. എനിക്ക് ഈ വീട്ടിൽ തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നവീൻ. മോളെ, കുറെ ആളുകളുള്ള ഒരു തറവാട്ടില് ഓരോരുത്തർക്കും ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും അതിനോട് പൊരുത്തപ്പെട്ടേ പറ്റൂ. ഒരു കാരണവശാലും നവീനെ കൂട്ടി ഇവിടുന്ന് പോകുന്ന കാര്യം മോളി ചിന്തിക്കരുത്. അത് ബുദ്ധിമുട്ടാവും മോളെ. സത്യത്തില് അതിന്റെയൊക്കെ കാരണക്കാരാച്ച അച്ഛനും മുത്തശ്ശിയല്ലേ. കുടുംബത്തിൽ ആരോടും പറയാതെ ഒരു നാഗശാപത്തിന്റെ പേരില് ഗാഥയെ വേഷം കെട്ടി ചെറുക്കിയതല്ലേ. അല്ലെങ്കിൽ ഈ പറയുന്ന നാഗങ്ങളോടോ വഴിപാടുകളോടോ സർപ്പക്കളത്തിനോടോ ഗാഥയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? ഒരു മോഡേൺ സൊസൈറ്റിയിൽ വളരുകയും ജീവിക്കുകയും ചെയ്ത കുട്ടിയല്ലേ ഗാഥ. അത് ശരിയല്ല നവീൻ. പക്ഷെ അച്ഛനും മുത്തശ്ശിയും അതിന് നിർബന്ധം പിടിച്ചെങ്കിലും അത് നിനക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബജീവിതത്തിന് വേണ്ടിയും നമ്മുടെ തറവാട്ടിന് വേണ്ടിയാ. അതെ, സമ്മതിച്ചു. പക്ഷെ അപ്പോഴൊന്നും ഗാഥ ഒരു പെൺകുട്ടിയാണ്, ഇതൊന്നും പരിചയമില്ലാത്തതാണ്, അതൊന്നും പരിഗണിച്ചില്ലല്ലോ. എടുക്കാൻ പറ്റാത്ത ഭാരങ്ങൾ ഒന്നിച്ച് തലയിൽ വെച്ച് കെട്ടി. അതിന്റെ ബാക്കിയാ ഗാഥ ഇപ്പൊ ഈ പ്രകടിപ്പിക്കുന്ന പേടി. നീ എന്നെ ഒറ്റപ്പെടുത്തുകയാണോ നവീൻ? കുറ്റം ചെയ്താ അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഗാഥയോട് ഒരു 5 മിനിറ്റ് സമാധാനമായിട്ട് സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അതിനിടയിൽ തുടങ്ങും അയാളുടെ പേടി. സത്യം പറഞ്ഞ തറവാട്ട് ആചാരങ്ങളും ഒക്കെ ഞാൻ വെറുത്തു തുടങ്ങി. ഗാഥ വന്നേ. മോനെ, ഇനി അമ്മ ഇതിനൊന്നും പറയാൻ നിൽക്കണ്ട. എന്റെ വിഷമം ഞാൻ പറഞ്ഞത്. ഗാഥ വന്നേ. എന്താ ഇത്? എന്തു പറഞ്ഞാ രണ്ടുപേരും തെറ്റിയേ?
ഏയ് ഒന്നുമില്ലടോ. പൂജയുടെയും വ്രതത്തിന്റെയും ഒക്കെ കാര്യം പറഞ്ഞ് നമ്മൾ ഗാതമോളെ കുറച്ച് ബുദ്ധിമുട്ടിച്ചല്ലേ. അവനതിന്റെ വിഷമാ. നന്ദേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? അവര് തമ്മിലൊരു കാര്യം ചർച്ച ചെയ്യുന്ന കേട്ടു. അവരിവിടുന്ന് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞ നവീനല്ല, ഗാഥയാ. നവീൻ അതിനെ അനുകൂലിച്ചൊന്നുമില്ല. പക്ഷേ അത് നിരന്തരമായി കേൾക്കുമ്പോ അവനതിനെ അനുകൂലിച്ചാലോ? എവിടെയെങ്കിലും മാറി നിൽക്കണമെന്ന് അവന് തോന്നിയാലോ? താങ്ങാൻ പറ്റൂ സുമിത്രൻ തന്നെ കൊണ്ട്? എന്നെ കൊണ്ട് പറ്റില്ല. അവൻ അങ്ങനെ നമ്മളെ വിട്ടുപോകുന്നില്ല നന്ദേട്ടാ. അവന്റെ സ്നേഹം എന്താണെന്ന് എനിക്കറിയാവുന്നതല്ലേ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഞാൻ ഒരുപാട് കുടുംബങ്ങളില് വലിയ വലിയ തകർച്ചകൾക്ക് സാക്ഷിയായിട്ടുണ്ട്. മിക്കവാറും അവിടെയൊക്കെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് പുതുതായിട്ട് വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന ഒരു പെണ്ണിൽ നിന്നായിരിക്കും. അങ്ങനെ വരുന്നവർ ഒരു സെപ്പറേഷൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യവും അവർക്ക് ഇഷ്ടപ്പെടില്ല. നിസ്സാര കാര്യങ്ങൾക്കും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവസാനം സഹികിട്ട് ആരെങ്കിലും ഒരാള് നിങ്ങൾ ഇറങ്ങിപ്പോകുന്ന നല്ലതെന്ന് പറയും. അതല്ലേ ഉണ്ടാവുക? മറ്റുള്ളിടത്തെ കാര്യങ്ങള് നമ്മുടെ കുടുംബത്തേക്ക് വലിച്ചിഴക്കണ്ട. നവീനോട് ഞാൻ സംസാരിച്ചോളാം. അച്ഛനത് വിഷമായിന്നറിഞ്ഞ അവൻ ഓടി വരും. ഏയ്, എന്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പൊ പ്രത്യേകിച്ചൊന്നും ചെയ്യണമെന്നില്ല. ഈ ചെയ്തു കൂട്ടുന്നതൊക്കെ അവരുടെ നന്മയ്ക്കാണെന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അത്രേ വേണ്ടൂ. നന്ദേട്ടൻ അങ്ങോട്ട് ഇരിക്കെ. ഞാൻ അവനോട് സംസാരിച്ചിട്ട് ഇപ്പൊ വരാം. ആയിക്കോട്ടെ. വാമേ. എന്താ അമ്മേ? അച്ഛന് നല്ല വിഷമമായി. സോറി അമ്മേ. ഗാഥ ഒരു സങ്കടം പറഞ്ഞ് കരയുമ്പോ ഞാൻ അയാളുടെ കൂടെ നിൽക്കണ്ടേ? അത് വേണ്ടെന്ന് ആരാ പറഞ്ഞത്? എന്ത് കാര്യത്തിനും ഗാഥമോളുടെ കൂടെ ഉണ്ടാവണം, പരസ്പരം എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് ഞാനല്ലേ? പക്ഷേ അതിനിടയില് മറന്നു പോവാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. നമുക്ക് ചില വേദനകളൊക്കെ ഉണ്ടാവും. നമ്മുടെ വേദനകൾക്കെല്ലാം കാരണവുമാരാണെന്ന് പറയുന്നത് ഒരു ശീലോ. ചില വീടുകളില് പണമില്ലാത്തതുകൊണ്ട് പറയും, ചില വീടുകളില് പ്രതാപം ഇല്ലാത്തതുകൊണ്ട് പറയും. നമ്മുടെ വീട്ടിലിപ്പോ അത് ചടങ്ങുകളുടെ പേരില്ല. പക്ഷെ അത് കേൾക്കുമ്പോ അവരുടെ മനസ്സിൽ ഒരു തീയാളും. എന്തുകൊണ്ടാണെന്നറിയോ? അവരൂണിലും ഉറക്കത്തിലും ഒക്കെ നിങ്ങളുടെ നന്മയെക്കുറിച്ച് മാത്രമാ ചിന്തിക്കുന്നത്.